ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ശ്രീയേശുനാമം അതിശയനാമം, എനിക്കിമ്പനാമം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു പുതിയ ദിനം കൂടെ കാണുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി, ആരോഗ്യത്തോടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടക്കാം. പേഷ്യൻസ് ഈസ് സ്ട്രെങ്ത്. ക്ഷമ ബലമാകുന്നു. ക്ഷമ ബലമാകുന്നു. സദൃശവാക്യങ്ങൾ 14 അധ്യായം 29 വാക്യം. Proverbs chapter 14 verse 29. Whoever is slow to anger has great understanding, but he who has a hasty temper exalts folly. ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ ആധാരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമ ബലമാകുന്നു. ക്ഷമ എന്നത് മനുഷ്യന് വേണ്ട അത്യാവശ്യ ഗുണങ്ങളിൽ പ്രധാനമാണ്. അത് ശ്രേഷ്ഠമാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള മനസ്ഥിതി നല്ല മനസ്സുകളുടെ ഉടമയ്ക്കേ സാധിക്കൂ. വിശാല ഹൃദയം ഒരു അനുഗ്രഹമാണ്. കർത്താവിന്റെ മഹത്വമാണ് ക്ഷമ. പാപം ചെയ്യാത്തവനായ ക്രിസ്തു പാപികളായ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. കുരിശിൽ വേദന സഹിച്ച് കിടന്നപ്പോൾ പോലും ഫാദർ forgive them for they know not what they do. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കാ 23:34 കർത്താവ് പറഞ്ഞ ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ തറച്ചു വരട്ടെ, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങട്ടെ. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ മാറ്റിക്കൊള്ളട്ടെ. ആ വലിയ സ്നേഹത്തിനും ത്യാഗത്തിനും മുന്നിൽ നമുക്ക് മുട്ടുമടക്കുക. ക്ഷമയോട് കൂടിയ നിർവഹണമാണ് പ്രകൃതിയിലും പ്രകടമാകുന്നത്. നിയതമായ സമയവും ക്ലിപ്തമായ സംവിധാനവും ഓരോന്നിനുമുണ്ട്. നാം എത്ര തന്നെ തിരക്ക് കൂട്ടിയാലും തത്രപ്പെട്ടാലും വില പോകില്ല. ഒരു ചെടി കായ്ക്കണമെങ്കിൽ വിത്ത്, മുള, ചെടി, പൂവ്, കായ എന്ന ക്രമത്തിലെ അതിന്റെ പൂർണ്ണതയിൽ എത്തും. ക്ഷമയും സമയവും ഒരുമിച്ചാലേ മൾബറി ഇലകളിൽ നിന്ന് സിൽക്ക് ഉടയാടകൾ രൂപം കൊള്ളൂ എന്നത് മറന്നുപോകരുത്. ക്ഷമിക്കുവാനുള്ള മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കണം. ക്ഷമിക്കുന്നതോടൊപ്പം നമ്മിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. നമുക്ക് യേശുവോടൊപ്പം ജീവിക്കാം, അവിടുത്തെ സാക്ഷികളായി പ്രവർത്തിക്കാം. കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത് പോലെ 7 പ്രാവശ്യമല്ല 70 പ്രാവശ്യം കർത്താവ് പഠിപ്പിച്ചത് ജീവിച്ചു കാണിച്ചു തന്നത് പോലെ നമുക്കും കർത്താവിനെ മാത്രം അനുകരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും നിശ്ചയം. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തുതിക്കുന്നു. പ്രിയനായ കർത്താവേ, അവിടുന്ന് ക്ഷമിക്കുന്ന കർത്താവാകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ഞങ്ങളെ ക്ഷമയുള്ളവരാക്കി തീർക്കണമേ. ആമേൻ. ഇന്ന് വചനം കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ മാനിക്കണമേ. അന്യോന്യം ക്ഷമിക്കുവാൻ, കുടുംബത്തിൽ ക്ഷമയുള്ളവരായി വർദ്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അടിയങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയിൽ ഉള്ളവർ പരസ്പരം ക്ഷമിക്കുന്നവരായി ക്ഷമയുടെ വലിയൊരു പാഠം കൂട്ടായ്മയിൽ നിന്ന് പഠിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ പരസ്പരം ക്ഷമിക്കാത്തത് കൊണ്ട് ആഴമേറിയ മുറിവുകളോടുകൂടി പലരും കൂട്ടായ്മയിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. അപ്പാ, അവിടെ നിന്ന് കാണുന്നു, അറിയുന്നു. ക്ഷമിക്കാനുള്ള സ്വർഗീയ കൃപാവരങ്ങളാൽ ഓരോ മക്കളെയും നിറയ്ക്കണം. ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഓരോ സംസ്ഥാനങ്ങളെയും സമർപ്പിക്കുന്നു. വിശേഷാൽ കർണാടകത്തെയും കേരളത്തെയും തമിഴ്നാടിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദീർഘക്ഷമയുള്ളവരായി അന്യോന്യം സഹിഷ്ണുതയുള്ളവരായി ജീവിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ. സ്തോത്രം കർത്താവേ. മാതാപിതാക്കളോട് ക്ഷമിക്കുവാനും ഗുരുനാഥന്മാരോട് ക്ഷമിക്കുവാനും സ്തോത്രം. ക്ഷുഭിതരായി പെട്ടെന്നുള്ള കോപത്താൽ പലപ്പോഴും വ്യക്തിബന്ധങ്ങൾ മുറിവേറ്റത് കൊണ്ട് മാനസികമായി വേദന അനുഭവിക്കുന്ന അനേകരുണ്ട്. കർത്താവേ, സൗഖ്യത്തിന്റെ ദായക, സൗഖ്യപ്പെടുത്തുന്ന കർത്താവേ, അവിടുത്തെ പൊൻകരം വെച്ച് മക്കളെ തൊടണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന ഞങ്ങളുടെ മാവുഴക്കാൻ തൊട്ടിയെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ ഓഫീസുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രോപ്പ. ഒരിക്കൽ കൂടി ഈ ദിനത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. രോഗശാന്തിക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണറുകളാൽ മക്കൾക്ക് പൂർണ്ണ സൗഖ്യം വന്നുവിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിനത്തിനായി ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കയാൽ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും അടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴേനിക്കിമ്പനാമം.